വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരെണ്ണം വന്നിട്ടുണ്ട്. ഹെർമിറ്റ് മൂഡാണ് വന്നിരിക്കുന്നത്. പുള്ളി ഒറ്റക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നോക്കാം. ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ആണ്. ഒരു ഇംബാലൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഒരു എനർജിയില്. 10 ഓഫ് സോർഡ്സ്, ചാരിയറ്റ്, ഓക്കെ, ഹാങ്ഡ് മാൻ, 10 ഓഫ് പെൻഡക്കിൾസ്, 9 of wands, 9 of cups, ഓക്കെ, കിങ് ഓഫ് കപ്സ്. അപ്പോൾ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇംബാലൻസ് കാണിക്കുന്നുണ്ട്. ഒരു ഇമോഷണൽ പരമായിട്ടൊക്കെ എന്താ പറയാ, ഒരു ഇംബാലൻസ്, അതായത് ഒരു മേ ബി ഒരു ബ്രേക്കപ്പ് സ്റ്റേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വഴക്കിട്ട് നിൽക്കുന്നത്. അതായത് ബാലൻസ്ഡ് അല്ല, എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ എനർജിയിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, അങ്ങനെ നിൽക്കുന്നത് നിങ്ങളുടെ ഇടയിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിൽക്കാൻ, ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ഒന്നും വേണ്ടായിരുന്നു, എനിക്ക് ഒറ്റയ്ക്ക് നിന്നാൽ മതി, അല്ലെങ്കിൽ ഇനി ഒറ്റയ്ക്ക് നിൽക്കാം, അങ്ങനെ ഒരു ചിന്തയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ പുറമേ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുമെങ്കിലും രാത്രി ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ മെന്റലി സ്ട്രഗിള് എല്ലാം കാണിക്കുന്നുണ്ട്. മെന്റലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ. അവരെന്തൊരു കാര്യം അസ്യൂം ചെയ്തിട്ട്, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നൊക്കെ പറയുന്ന പോലെ എന്തൊരു കാര്യം അസ്യൂം ചെയ്തിട്ട് അതങ്ങനെ തന്നെയാണ്, അങ്ങനെ വിചാരിച്ച് അതുമേ തന്നെ തൂങ്ങി നിൽക്കുക, അങ്ങനെ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. ഒരു തീരുമാനമെടുക്കാം, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു ഡിസിഷൻ എടുക്കാന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഹാങ്ഡ് മാനാ, ഒരാളെ തലക്കീഴായിട്ട് കിട്ടിയിട്ട് അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പൊ അതുപോലെ ഒരു ഡിസിഷൻ എടുക്കാൻ വരുമ്പോൾ പറ്റാത്തൊരവസ്ഥ, ഒരു ഡിലേ അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് ഒക്കെയാണ് അവരുടെ എനർജിയിൽ കാണിക്കുന്നത്. പക്ഷെ ഇതെല്ലാം മാറും, കാരണം കിങ് ഓഫ് കപ്സ് ആണ്. നിങ്ങളോട് ഭയങ്കര സ്നേഹമുള്ള ഒരു വ്യക്തിയാണിത്. ഇവിടെ ഒരു മെയിലിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ പോലും, ഇതിപ്പോ ഒരു മെയിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഫീമെയിലിന് നിങ്ങളോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. കിങ് ഓഫ് കപ്സ് ആണ്, നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. കിങ് ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കപ്പ് നിറയെ നിങ്ങളോടുള്ള ഒരു സ്നേഹമാണ്. ഇപ്പൊ ഈ ഒരു പ്രശ്നം കൊണ്ട് ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ പോലും ഈഗോ കാരണം വരത്തില്ല, പക്ഷെ ഭയങ്കര സ്നേഹം തന്നെയാണ്. ആ ഒരു വാശിക്ക് ചിലപ്പോൾ ഇപ്പോൾ ഈ റിലേഷൻ വേണ്ട, അല്ലെങ്കിൽ നിങ്ങളോട് മിണ്ടാതെ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ പോലും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. പിന്നെ ഇവിടെ വഴക്കല്ല, ഇതിപ്പോ എനിക്ക് തോന്നുന്നു 9 to 10 ഒരു 10 ദിവസത്തിനുള്ളിൽ എന്തായാലും വഴക്ക് തീർന്നിരിക്കും. 10, 9 അങ്ങനെ ഒരു സംഖ്യനുള്ളിൽ ഈ ഒരു പ്രശ്നം തീർന്നിരിക്കും. അതായത് നിങ്ങൾ എങ്ങനെയാണോ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നത്, ഇവിടെ മാരേജ് പോസിബിലിറ്റീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിക്കാൻ രണ്ടുപേരും അത്ര ആഗ്രഹിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാരേജ് പോസിബിൾ ആയിരിക്കും. പെറ്റ്സിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് നോക്കുമ്പോൾ പെറ്റ്സും അങ്ങനെ പെറ്റ്സ് ഒക്കെ ഉള്ളൊരു ലൈഫ് തന്നെയായിരിക്കും. ഭയങ്കര സ്നേഹമായിരിക്കും നിങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലിയിൽ. ഏതോ ഒരു മാൻ, അതിപ്പോൾ ഒരു സ്ത്രീയുടെ അച്ഛനായിരിക്കാം അല്ലെങ്കിൽ പുരുഷന്റെ അച്ഛനായിരിക്കാം, ഭയങ്കര ഹാപ്പി ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ്. നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും ആഫ്റ്റർ മാരേജ് ഭയങ്കര സ്നേഹമുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് കപ്സ്, ഈ എല്ലാ വാശിയും മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതുപോലുള്ളൊരു വ്യക്തിയായിട്ട് മാറണം എന്നൊക്കെ പുള്ളി ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ വഴക്കും മാറ്റി ഒരു 9 to 10, അതിപ്പോൾ 9 മുതൽ 10 ഡേ വരെ ആയിരിക്കാം, അല്ലെങ്കിൽ 9 മുതൽ 10 മണിക്കൂറായിരിക്കാം, അല്ലെങ്കിൽ മിനിറ്റ്സ് ആയിരിക്കാം. ആ ഒരു വ്യക്തിയുടെ കോള് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.